ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി തേങ്ങയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പൊട്ടിച്ച് വെള്ളം കറങ്ങി തേങ്ങ നമുക്ക് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പൊ അതിന്റെ വെള്ളം എല്ലാം പോയി സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഉണക്കാൻ വേണ്ടി വെക്കാം. ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നതിനെ കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് അങ്ങ് ഇറങ്ങി പോകും. അതോ നമ്മൾ പൊട്ടിച്ച പോലെ തന്നെ അങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം ശരിക്കും പോവുകയില്ല. ആവി ഒടുങ്ങിയിട്ട് തേങ്ങ ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഈ വെള്ളം കളഞ്ഞിട്ട് ഉണക്കി കഴിഞ്ഞാൽ തേങ്ങ തന്നെ ഉണങ്ങി കിട്ടും. അപ്പൊ തേങ്ങ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് കുറെ സമയമായേ. അപ്പൊ അതിന്റെ വെള്ളം എല്ലാം ഒറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഉണക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്താട്ടോ ഉണക്കാൻ പോകുന്നത്. പുറത്ത് നല്ല മഴയാണ്. അപ്പൊ മഴക്കാലത്ത് നമ്മൾ ഇതിനകത്താ ഉണക്കല്. അപ്പൊ നമുക്ക് വെച്ചെടുക്കാം. ഇതിന് 4 ട്രേ ആണ് ഉള്ളത്. ഇതാ 1 2 3 4. അതുപോലെ തന്നെ മേലെ ഒരു ചെറിയ അരിപ്പും കൂടി ഉണ്ട്. അപ്പൊ താഴെ നമ്മൾ തേങ്ങ വെക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ കുമ്പുടുത്തിട്ടല്ലേ വെച്ചു കൊടുക്കുക. അപ്പൊ ഇത് താഴെ ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് നേരെ ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്ന് വരിക്കനെ വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ തേങ്ങയെല്ലാം വെച്ച് സെറ്റ് ആയിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടി ഇതിന് ചിരട്ടിയിട്ടിട്ട് തീടുക. നമുക്ക് ഈ 4 തട്ടിലായിട്ട് 200 തേങ്ങ ഉണക്കാൻ പറ്റും. 200 തേങ്ങ എന്ന് പറയുമ്പോൾ 400 ഇതുപോലത്തെ കഷ്ണങ്ങൾ. ഇപ്പൊ നമ്മൾ 150 തേങ്ങയെ പൊട്ടിച്ചിട്ടുള്ളൂ. 400 മുറി തേങ്ങ നമുക്ക് ഇതിനകത്ത് ഉണക്കാൻ പറ്റും. ഇപ്പൊ 400 ഇല്ല, അതിൽ കുറവേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടച്ചു വെക്കാം. ഒട്ടും പുകയൊന്നും വരൂല കേട്ടാ. ജസ്റ്റ് ഇതിന്റെ ചൂട് മാത്രമേ ഇതിനെ കിട്ടുള്ളൂ. നല്ല വെളിച്ചെണ്ണയായിരിക്കും. അങ്ങനെ നമ്മൾ തീ കത്തിക്കാൻ പോക്കാട്ടാ. നമ്മൾ ചിരട്ട കത്തിക്കുന്നത്. ചിരട്ടയ്ക്ക് നല്ല ചൂടുണ്ടാവും. വിറകാകുമ്പോൾ അത്ര ചൂട് കിട്ടൂല. ചിരട്ട ഉള്ളപ്പോൾ ചിരട്ട കത്തിക്കൂ, അല്ലെങ്കിൽ വിറകിൽ കത്തിക്കൂ. നമുക്ക് ചിരട്ട വെച്ചെടുക്കാം. അപ്പൊ ചിരട്ട ഇങ്ങനെയാട്ടാ, ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ. എന്നാലും ഒന്ന് കത്തി കഴിയുമ്പോൾ അടുത്തതും കൂടി കത്തി അങ്ങനെ കത്തും. ചിരട്ട നമ്മളിങ്ങനെ 3 ലെയർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ തീ കത്തി കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ചിരട്ടക്ക് തീ വെച്ചെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തേങ്ങേന്റെ ഇത് കീടം എടുക്കും കേട്ടോ. അത് വെളിച്ചെണ്ണേന്റെ മട്ടില്ലേ, അടിയില്ലേ, മട്ട് കീടം എന്നാ ഇവിടെ പറയാ. അപ്പൊ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ഒരു കുഞ്ഞു ചിരട്ടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് കത്തിച്ച് അതിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കത്തി പിടിച്ചോളൂ. കാണിച്ചരേ, ഇതാ കണ്ടാ, ഇതിന് ഇങ്ങനെ കത്തി അങ്ങ് പൊക്കോളൂ. അപ്പൊ ഇത് നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കത്തിക്കോളൂ, കുഴപ്പമില്ല. 3 ലെയർ ആയിട്ട് വെച്ച ചിരട്ടയില്ലേ, ഇതിന് നടുക്കിലുള്ള ചിരട്ടേന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് കുറച്ച് സമയം കൊണ്ട് അത് കത്തി അങ്ങ് ആയിക്കോളൂ. നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടാ. ഇതാ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസത്തിൽ 2 നേരം കേട്ടോ തീയിടല്, രാവിലെയും വൈകുന്നേരവും. അപ്പൊ അത് 2 പ്രാവശ്യം തീയിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കത് ചിരട്ടേനെ നടത്തി എടുക്കാൻ പറ്റും. ചിലവര് 3 പ്രാവശ്യം തീയിടുവേ. 3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൊണ്ട് തേങ്ങ ഉണങ്ങി കിട്ടും. പക്ഷെ നമ്മൾ ഇപ്പോൾ 2 നേരം ഇടുന്നതുകൊണ്ട് അതൊരു 5 ദിവസം എടുക്കും. ഇതിപ്പോ രാവിലെ തീയിട്ടു, ഇനി വൈകുന്നേരം കൂടി തീയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളെ ചിരട്ടയെ നടത്തിയെടുക്കാൻ പറ്റും. ഇതാ കത്തി തുടങ്ങി. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇത് തേങ്ങ 2 ഉണക്കിയിട്ട് അടച്ചെടുക്കാൻ വേണ്ടി ആയിട്ടുണ്ട്. നമുക്ക് അടച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുറിച്ചിട്ടിട്ട് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ അപ്പൊ 2 ദിവസം കൂടി നമുക്ക് ഉണക്കണം. ഇത് കുറച്ച് തേങ്ങയുണ്ട്, അങ്ങ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊടുകിലെ തേങ്ങ. അതിന്റെ മാറ്റം കാണിച്ചേരേ. ഇതേണ്ട, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് വേണ്ട, ഒരു ചുമന്ന ഒരു കളർ, കുറച്ച് ഇങ്ങനത്തെ കളർ. നമ്മുടെ ഇവിടുത്തെ തേങ്ങ ഇത് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വരും. അതേപോലെ തന്നെ വെളിച്ചെണ്ണക്കും മാറ്റമുണ്ട്. നമ്മളതിപ്പോ ഒരു 10 കിലോ ആട്ടിയാൽ ഒരു 7 ലിറ്റർ വെളിച്ചെണ്ണയിൽ കിട്ടും. പക്ഷെ ഇത് ഒരു 6 ലിറ്റർ ഒക്കെ കിട്ടുള്ളൂ. ഇനി 2 ദിവസം കൂടി തീയിട്ടിട്ട് തേങ്ങ ആട്ടാം. അപ്പൊ നമ്മുടെ തേങ്ങയെല്ലാം നല്ല വൃത്തിക്ക് ഉണങ്ങിയിട്ടുണ്ട്. ആട്ടാൻ പാകത്തിന് നമുക്ക് നോക്കിയാലോ. ഇത് പൊട്ടിക്കുമ്പോ സൗണ്ട് വരും കണ്ടാ. ഇതാ ഈ സൗണ്ട് വരുമ്പോ എന്നാലേ അത് നല്ല വെളിച്ചെണ്ണ കിട്ടുള്ളൂ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുറയേ. അപ്പൊ നമ്മള് സാധാരണ എക്സലറിലട്ടോ ആട്ടുന്നത്. എക്സലറിലാകുമ്പോ കൂടുതൽ വെളിച്ചെണ്ണ കിട്ടും. കുറച്ച് ദിവസം ഒന്നിങ്ങനെ അതിന്റെ മട്ട് ആറാൻ വേണ്ടി വെക്കണമെന്നേ ഉള്ളൂ. അവിടെ വെച്ച അപ്പൊ നമ്മൾ അന്ന് 4 ട്രേയിലല്ലേ ഉണക്കാൻ വേണ്ടി വെച്ചത്.
അതിപ്പം മുറിച്ചെല്ലാം കഴിയുമ്പോൾ ഇതാ 3 ട്രെയിലാക്കി ചുരുങ്ങിയിട്ടുണ്ട്. നമ്മൾ താഴെ പുതിയ തേങ്ങ ഇതാ പൊട്ടിച്ചിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിട്ട്, അതായത് താഴെ നല്ല ഹീറ്റ് ആയതുകൊണ്ട് ചിരട്ടയുള്ളത് താഴെ വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാട്ടാ, 2 ദിവസമായിട്ട് പിള്ളേർക്കെല്ലാം ലീവാണ്. അപ്പൊ നമ്മള് തേങ്ങ നല്ല 3 ട്രെയിലെ തേങ്ങ നല്ല ഉണങ്ങി ആട്ടാൻ വേണ്ടി പാകമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അത് വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടി പോകാം. അപ്പൊ ഇന്നലെ ക്യാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതാ നല്ല ഇന്നത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതാ നല്ല കളറുണ്ട്. നല്ല തെളിഞ്ഞ വെളിച്ചെണ്ണ ആയിട്ടുണ്ട്. ഇതാ അങ്ങനെ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ, മയൊന്നും ചേർക്കാത്ത വെളിച്ചെണ്ണ ഇവിടെ റെഡി. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.